ഏത് തരം ഡിസ്പ്ലേ ഉള്ള ഫോൺ എടുക്കണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഫസ്റ്റ് തന്നെ നമുക്ക് LCD എന്ന് നോക്കാം, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഓൾഡ് ടെക്നോളജിയാണ്. നമ്മുടെയൊക്കെ ഫോണുകളുടെ ഡിസ്പ്ലേയുടെ ബാക്കിൽ ഒരു ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും. അങ്ങനെ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് കളർ പോലും അത്ര പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. ഇതൊക്കെ നമുക്ക് ഈ ഒരു 15,000 രൂപ താഴെ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കാണുന്ന ഫോണുകളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ ആണ് LCD എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചീപ്പാണ്, ലോങ് ലൈഫ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബാറ്ററി യൂസേജ് ഒക്കെ ഭയങ്കരമായിട്ട് വേണ്ടി വരുന്നതിന്, അതുപോലെ തന്നെ കളേഴ്സ് ഒന്നും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. രണ്ടെന്ന് പറയുന്നത് OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്പ്ലേയിലെ ഓരോ പിക്സലും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് കളർ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ പിക്സൽ ഓഫ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഈ OLED ഡിസ്പ്ലേസിലൊക്കെ ഈ ബ്ലാക്ക് കളർ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കാണുന്നത്. ഇനി മൂന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് AMOLED, ആക്റ്റീവ് മെട്രിക്സ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. ഇത് OLEDന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഇത് കൂടുതൽ കളർഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ സാംസങ്ങിന്റെ ഒക്കെ ഫോണുകളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ AMOLED കാണുന്നത്. ഈ ഡിസ്പ്ലേ ഉള്ള ഫോണുകളിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഗെയിമിങ്ങിനും ഡെയിലി യൂസിനും ഒക്കെ നല്ല അടിപൊളി സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഈ ഡിസ്പ്ലേ യൂസ് ചെയ്തിരിക്കുന്ന ഫോണുകൾക്ക്. ഇനി നാലാമത്തെ ഡിസ്പ്ലേ ആണ് POLED, പ്ലാസ്റ്റിക് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതൊരു ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ ആണ്. ഇപ്പൊ നമുക്ക് കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്താണ് ഏറ്റവും കൂടുതൽ ഈ POLED യൂസ് ചെയ്ത് വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത തിൻ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കർവ്ഡ് ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തിൻ ആയിട്ടാണ് ഇതിന്റെ ഡിസ്പ്ലേസ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ.